എൻ്റെ പേര് ആൻഡോ, വീട് കണ്ടശാങ്കടവ്. ഈ നവംബർ മാസം ധ്യാനം കൂടിയാണ് താമസിച്ചിട്ടുള്ളത്. അന്ന് വ്യാഴാഴ്ച രാത്രി അവസാന സമയത്ത് ബ്രദർ അവിടുന്ന് വിളിച്ച് പറഞ്ഞു, നടുവളവുള്ള ഒരു സഹോദരനെ, ചെറുപ്പം തൊട്ട് നടുവളവുള്ള സഹോദരനെ കർത്താവ് സുഖപ്പെടുത്തുമെന്ന് വിചാരിച്ചു. അപ്പം എനിക്ക് ചെറുപ്പം 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും പഠിക്കുമ്പോൾ തന്നെ നടുവളയെന്ന് വിളിക്കാറുണ്ട് കൂട്ടുകാർ സ്കൂളിൽ പോകുമ്പോൾ. അപ്പം എൻ്റെ ആവില്ല, കാരണം അത്രയും പഴക്കമുള്ളതാണല്ലോ. അത് കഴിഞ്ഞ് അച്ഛൻ ഇവിടുന്ന് മുട്ടൊന്ന് ഏറ്റു. അപ്പോൾ തന്നെ ആ ബ്രദർ വിളിച്ച് പറഞ്ഞു, കാലിൻ്റെ വലിപ്പക്കുറവുള്ള ഒരു മകൻ്റെ കാല് കർത്താവ് വലിച്ചു നീട്ടണമെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ കാല് ഒരു 1 ഇഞ്ച് നീട്ടം കുറവ്, ഒരു ആക്സിഡൻറ്റിന് ശേഷം. ഏത് കാല്? എൻ്റെ അടുത്ത കാല്. ഞാൻ ഭക്ഷണം കഴിക്കാൻ ഏറ്റു പോകുമ്പോൾ എൻ്റെ കൂടെ വേറൊരു സഹോദരൻ ഉണ്ടായിരുന്നു. അപ്പോൾ ജോണി എന്ന് പറയും. ജോണി വളരെ കുഴപ്പമുണ്ട്. അപ്പോൾ എപ്പം നിൽക്കുമ്പോഴും കാല് ഇങ്ങനെ സൈഡ് ഉണ്ടാവുക, സ്റ്റഡി ഉണ്ടാവില്ല. പിന്നെ ഇതിൽ ഈ നടുവിൻ്റെ ഈ ഭാഗത്ത് ഈ ചെടികളൊക്കെ വേണ്ടി കെട്ടുവെക്കില്ലേ, അതുപോലെ ഇവിടെ ഇങ്ങനെ നിർത്തണം പോലെ എനിക്ക് തോന്നാം. ഭയങ്കര ഭാരം. പിന്നെ അങ്ങോട്ട് ഇതുവരെ നടുവിൻ്റെ വളവുണ്ടായില്ല. പിന്നെ ഇത് കാലിൻ്റെ വലിപ്പം ശരിയായത് വെള്ളിയാഴ്ച ഇവിടുന്ന് പോയി രാത്രി കിടന്നുറങ്ങി. അപ്പോൾ ചെറിയ വ്യത്യാസം ശ്രദ്ധിച്ചില്ല. ഒരു 2:30-3 മണിയായപ്പോൾ എനിക്ക് ശരീരം ആകെ ചൂടെടുക്കുക. അപ്പോൾ നമ്മൾ കാലൊക്കെ വലിച്ച് നിർത്താതെ. അപ്പോൾ എനിക്ക് എന്തോ സംശയം തോന്നി. അപ്പോൾ 2:45 സമയമായിട്ട്. അപ്പോൾ ഞാൻ വേഗം ഏറ്റു ബാത്റൂമിൽ പോയിട്ട് നിന്നപ്പോൾ കണ്ണാടിൽ നിൽക്കുമ്പോൾ ഞാൻ കറക്റ്റ് ലെവലാ. പിന്നെ അപ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അപ്പോൾ കാലിൻ്റെ ഇതാന്ന് പറഞ്ഞു ഓർമ്മയില്ല. അപ്പോൾ കാലിൽ നീട്ടിയപ്പോൾ കാലിൽ നീങ്ങില്ല, കറക്റ്റ് ലെവലാണ്. അപ്പോൾ തന്നെ നമ്മുടെ അവിടെ പോയിട്ട് ഒരു 33 ശ്വാസം എത്തിച്ചു. നന്ദി പറഞ്ഞു കർത്താവിന്. ദൈവമേ, കഴിഞ്ഞ നവംബറിൽ ഈ നവംബറിൽ ഇപ്പോൾ ഇതിപ്പോ 2ാമത്തെ ധ്യാനാണ്. നന്ദി പറയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 4 ആൾ വന്നിട്ടുണ്ട്. ഇതാണ് പറഞ്ഞത്. കണ്ടോ, ഇതിപ്പോ എത്രാമത്തെ സാക്ഷ്യം? ഏറ്റവും അവസാനം കണ്ടോ, ബ്രദർ വിളിച്ചു പറഞ്ഞു പറയുന്നത്, ഈ കാല് വളഞ്ഞിരിക്കുന്ന അല്ലെ, നീട്ടം കുറവുള്ള ആളുടെ കാല് വലിച്ചു നീട്ടുന്നു, നടു വളഞ്ഞിരിക്കുന്ന ആളുടെ നടു നിവർത്തുന്നു. ഇത് പറയല്ലോ. പിന്നെ ഇവിടുത്തെ കഴിഞ്ഞ അച്ഛൻ ഏറ്റു. കണ്ടോ, എന്തൊരു വലിയ സൗഖ്യം കിട്ടിയിരിക്കുക. പറഞ്ഞാൽ വിശ്വസിക്കാത്ത അത്ഭുതങ്ങളാണ് സംഭവിച്ചത്. അത് എത്ര 4ാം ക്ലാസ്സിൽ വെച്ചങ്ങനെ തുടങ്ങി. ഈ ചേട്ടൻ പറഞ്ഞു കേട്ടില്ലേ, ഒരു വണ്ടിയുടെ ടയറൊക്കെ ഒരു ഭാഗത്ത് പഞ്ചറാകുമ്പോൾ വണ്ടി ഇങ്ങനെ അല്പം ചെരിഞ്ഞ് നിൽക്കില്ലേ, അപ്പോൾ ഈ ഭാഗത്താണ് നീട്ടം കുറവ്. അപ്പോൾ ഈ ചേട്ടൻ ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുള്ളൂ എന്ന് പറയുന്നത്. കാരണം ഈ ഭാഗം എപ്പോഴും ചെരിഞ്ഞ് ഒരു കാലിന് നീട്ടം കുറവാണ്. മനസ്സിലായി? ഇപ്പം നിൽക്കണ നോക്കിയേ, ഉണ്ടോ ഇത്ര വ്യത്യാസമുണ്ട്. എത്ര വ്യത്യാസമുണ്ടെന്ന് ഒരു ആക്സിഡന്റിൽ പറ്റിയതാ. കണ്ടോ കണ്ടോ, ഇതുപോലെയാണ് ഇവിടുത്തെ സൗഖ്യം. ഇത് ഒരു സൗഖ്യമൊന്നുമല്ലേ. അപ്പം നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. അതുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പോയി പുറത്ത് പോയി സാക്ഷ്യം പറയുക, ഇതിനെപ്പറ്റി ഒന്ന് പ്രേക്ഷിത വേല ചെയ്യുക. കാലിൻ്റെ നീട്ടം കുറവ് എന്ന് മുതലാ ആക്സിഡന്റ് ഒരു 20-25-30 മേലുണ്ടായ ആക്സിഡന്റ്. നമ്മൾ ഏജ് ആയപ്പോഴും ഇതിന്റെ മനസ്സിലായി തുടങ്ങി. ശരിക്ക് അപ്പൊ ആൾക്കാർ പിള്ളേര് കളിയാക്കും, പറയാൻ പോലെ മോഹൻലാൽ വരുന്നു. ഈ സൈഡ് എപ്പോഴും ചെരുവാ നടക്കുമ്പോൾ. അതായത് എന്നെ എല്ലാവരും വണ്ടി കയറ്റുകൊണ്ട് പോകും. അപ്പൊ എന്നെ ഈ സൈഡിൽ നടക്കുമ്പോൾ അവർക്കറിയാം ഞാനാ വരുന്നതെന്നറിയാം. കണ്ടോ, പിള്ളേര് കളിയാക്കുക. അപ്പൊ ചെന്നിട്ട് മാസം പിടിച്ച് നടക്കുന്നത്. കാരണം ഇങ്ങനെ നിൽക്കുന്നത് സ്റ്റേറ്റ് ആയിട്ട് അവർ കണ്ടിട്ടില്ല.